ദ ജേർണലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി പെണ്ണുകേസ് വലിച്ചിട്ട് ജനങ്ങളെ വിരട്ടാം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻനിർത്തി മറ്റ് വിഷയങ്ങളൊക്കെ ഇല്ലാതാക്കി ചർച്ചകൾ അതിലേക്ക് കേന്ദ്രീകരിപ്പിക്കാം എന്നൊക്കെ കരുതിയ CPM-ന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആഘോഷത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ കോൺഗ്രസിന് അനുകൂലമായി വരുമ്പോൾ കോൺഗ്രസിന്റെ തരംഗമുണ്ടായി എന്ന് ബോധ്യപ്പെടുന്ന ആ സമയത്തു തന്നെ രാഹുൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു, ജനം പ്രബുദ്ധരാണ്, എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും, എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യുമെന്നാണ് ആ പോസ്റ്റ്. വലിയ സ്വീകാര്യതയാണ് അതിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ മറ്റൊന്നും ചർച്ച ചെയ്യേണ്ട എന്ന പിടിവാശിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിരന്തരമായി ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കി മറ്റെല്ലാം മറന്ന് ജനങ്ങൾ അതിൻ്റെ പിറകെ പോകും എന്ന് കരുതിയവർക്കുള്ള കൃത്യമായ തിരിച്ചടിയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് പെണ്ണുകേസ് ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭമല്ല വിഷയം, ഞങ്ങളുടെ വിഷയം സ്വർണ്ണക്കൊള്ളയാണ്, ഞങ്ങളുടെ വിഷയം സഹകരണ ബാങ്കുകളിലൂടെ നിങ്ങൾ തട്ടിയെടുത്ത കോടികളാണ്, ഞങ്ങളുടെ വിഷയം കേരളത്തിൻ്റെ പുരോഗതി ഇല്ലായ്മയാണ്, ഞങ്ങളുടെ വിഷയം ഈ സർക്കാരിൻ്റെ നയങ്ങളോടുള്ള ഞങ്ങളുടെ എതിർപ്പാണ് എന്ന് ജനങ്ങൾ തീർത്തു പറഞ്ഞു എന്നതിൻ്റെ അടയാളം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. 5 കോർപ്പറേഷനുകൾ കൈവശം വെച്ചിരുന്ന LDF-ന് കോഴിക്കോട് നേരിയ മുന്നേറ്റമുണ്ടെങ്കിലും മറ്റൊരിടത്തും ജയിക്കാൻ സാധിച്ചിട്ടില്ല. LDF-ന്റെ അഹങ്കാരമായി അവർ കൊണ്ടു നടന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയി ഇതാ BJP പിടിച്ചെടുത്തിരിക്കുന്നു. ആര്യ രാജേന്ദ്രനെ പിണറായിയുടെ സ്ത്രീരൂപം എന്ന മട്ടിൽ പലരും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അത്രയും മികവുറ്റ ഭരണ നിർവഹണമാണ് ആര്യ രാജേന്ദ്രൻ നടത്തുന്നതെന്നാണ് അവരെ പിന്തുണയ്ക്കുന്ന പലരും വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ആര്യ രാജേന്ദ്രന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അവരെ മാറ്റി നിർത്തി, അവർക്ക് സീറ്റ് കൊടുത്തില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ വലിയ പാളിച്ചകൾ, വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് LDF-ന് തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏതെങ്കിലും പെണ്ണുകേസ് കൊണ്ടുവന്നിട്ടാൽ, ഏതെങ്കിലും പെണ്ണുകേസ് ചർച്ച ചെയ്താൽ ഏറ്റവും അധികം ഭീഷണിയാകുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ പെണ്ണുകേസിൽ കുടുക്കി നിരന്തരമായി ആക്ഷേപിച്ചാൽ, അധിക്ഷേപിച്ചാൽ ഒന്നും ജനങ്ങൾ അതിനൊപ്പം ഇനി പോകില്ല എന്ന് CPM-ഉം LDF-ഉം ഒക്കെ ശരിക്കും മനസ്സിലാക്കണമെന്നാണ് ഈ ജനവിധി തെളിയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പ്രചാരണ റൗണ്ടുകൾ നടന്ന സമയം, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് മുതൽ CPM-ഉം LDF-ഉം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീർക്കുക എന്ന നിലയിലേക്കുള്ള ക്യാമ്പയിനുകൾ റിപ്പോർട്ടർ ചാനലിൻ്റെയും ന്യൂസ് മലയാളം 24-ൻ്റെയും സഹായത്തോടെ ആരംഭിച്ചിരുന്നു. കാരണം അവരാണ് ആ വിഷയത്തിൽ ഏറ്റവും അധികം അത്യുത്സാഹം കാണിച്ചത്. അങ്ങനെ ആ കേസ് വലിയ തോതിൽ ചർച്ചയാക്കി മാധ്യമങ്ങളിൽ നിർത്താൻ LDF-ന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ കോൺഗ്രസ്സുകാർ പെണ്ണുപിടിയന്മാരാണ്, പെണ്ണുപിടിയന്മാർക്കെതിരായുള്ള ജനവിധിയാണ് ഉണ്ടാകാൻ പോകുന്നത്, പെണ്ണുപിടിക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾ മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനുകൾ ഇവിടെ CPM-ൻ്റെയും LDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ സംഭവിച്ചത് എന്താണ്? ജനങ്ങൾ അതൊന്നും മുഖവിലയ്ക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്താണ്? പെണ്ണുപിടിയന്മാരുടെ പ്രസ്ഥാനമാണ് കോൺഗ്രസ്, സ്ത്രീ ലംബടന്മാരുടെ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാണ്. അതിലൂടെ ജനങ്ങൾ മുഴുവൻ LDF-ന് വോട്ട് ചെയ്യുമെന്നും സ്ത്രീ ലംബടന്മാരായ കോൺഗ്രസ്സുകാരെ മാറ്റി നിർത്തുമെന്നും ഒക്കെ പിണറായി വിജയൻ കരുതിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് സ്ത്രീ ലംബടന്മാരുടെ പ്രസ്ഥാനമല്ല എന്ന് ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട്, കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടിയാണ് ജനം ബാലറ്റിലൂടെ അല്ലെങ്കിൽ വോട്ടെടുപ്പിലൂടെ നൽകിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരന്തരമായി വേട്ടയാടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നു. റിപ്പോർട്ടർ ചാനലൊക്കെ രാവിലെ 6 മണിക്ക് ഒരു കപ്പ് ചായയുമായിട്ട് നിന്നിട്ട് ഒരാൾ വിളിച്ച് പറയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവിടെ കണ്ടു, കുറ്റിക്കാട്ടിൽ, ബാത്റൂമിൽ, കക്കൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ വിഷയമാണ്. അതായത് അത് മാത്രം കേരളം ചർച്ച ചെയ്താൽ മതി എന്ന വിധത്തിലേക്കൊക്കെ ഇവിടെ മാധ്യമങ്ങൾ അജണ്ട സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കാരണം എന്താണെന്നറിയോ? LDF-ആണ് ഭരിക്കുന്നത്. PRD-യിൽ നിന്ന് കോടികളുടെ പരസ്യം മാധ്യമ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ മുതലാളിമാർ നൽകുന്ന പരസ്യത്തെക്കാൾ കൂടുതൽ പരസ്യം മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള PRD വകുപ്പിൽ നിന്നടക്കം പോകുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ കൂടെ നിർത്തി കോൺഗ്രസിനെതിരെ ഒരു വലിയ അറ്റാക്ക് നടത്താമെന്നുള്ള മോഹമാണ് തകർന്നടിഞ്ഞത്. ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 100 സീറ്റിലധികം പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് പറഞ്ഞത്. KC വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസ് അടുത്ത അസംബ്ലിയിൽ തൂത്തുവാരുമെന്നാണ്. അതുപോലത്തെ ഒരു വിജയമുണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഇനി മുന്നോട്ട് പോകും. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർക്കും. ഞങ്ങൾ ഐക്യത്തോടു കൂടി ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ മുന്നിട്ടിറങ്ങുകയാണ് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. K മുരളീധരനായാലും മറ്റ് കോൺഗ്രസ് നേതാക്കളായാലും ഒക്കെ വലിയ സന്തോഷത്തിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം കോൺഗ്രസിൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന പല 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 മേഖലകളും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തുകൾ 11 എണ്ണവും CPMൻ്റെ കയ്യിലായിരുന്നു, LDFിൻ്റെ കയ്യിലായിരുന്നു. അതിൽ ഇപ്പോൾ 7 കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ. ഗ്രാമപഞ്ചായത്തുകളിൽ, ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിൻ്റെ തരംഗം തന്നെ കാണാൻ സാധിക്കുന്നു. പലയിടത്തും CPMൻ്റെ സ്ഥാനാർത്ഥികൾ തോൽക്കുമ്പോൾ അവിടെ ജയിച്ചു വരുന്നത് BJP സ്ഥാനാർത്ഥികളാണ്. അത് BJPയെ സംബന്ധിച്ച് ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സൂചനയായി തന്നെ കാണാം. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആധിപത്യവും BJPയുടെ മുന്നേറ്റവുമായിരിക്കും സാധ്യമാവുക. LDF എന്നുള്ളത്, CPM എന്നുള്ളത് ചിത്രത്തിലില്ലാത്ത വിധത്തിലേക്ക് പിന്നോട്ട് പോകും. എന്തായാലും ഒരു പെണ്ണ് കേസ് തട്ടിക്കൂട്ടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അതിൻ്റെ പുറകെ പോയിക്കോളും എന്ന് കരുതിയ LDF ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെടുത്താണ് LDFന് അത്രയും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ LDF പ്രധാനമായി ഉത്തരം പറയേണ്ടത്, CPM ഉത്തരം പറയേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയേണ്ടത് തിരുവനന്തപുരത്തെ തോൽവിയെക്കുറിച്ചാണ്. അതും കോൺഗ്രസിൻ്റെ മണ്ടയിലിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കോൺഗ്രസ് കഴിഞ്ഞ തവണ 10 സീറ്റ് ഉണ്ടായിരുന്നത് നിന്ന് 17 18 സീറ്റിലേക്ക് മുന്നേറിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ LDFൻ്റെ അവസ്ഥ നോക്കുക. എത്രയാണ് LDFന് കിട്ടിയിരിക്കുന്ന സീറ്റ്? എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്? ആ വോട്ടുകൾ മുഴുവനും പോയതെവിടേക്കാണ്? BJPയിലേക്ക്. അത് CPMന് വലിയ അപകട സൂചനയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മലപ്പുറത്തൊക്കെ UDF ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റമുണ്ടല്ലോ, വളരെ വലുതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ UDFൻ്റെ വലിയ മുന്നേറ്റം. അവിടെയൊക്കെ CPMന് വലിയ തകർച്ച നേരിടുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയവാദികളെ ഒപ്പം കൊണ്ട് നടക്കുന്ന പിണറായി വിജയൻ്റെ നടപടിയാണ്. ആ നടപടികളൊക്കെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും BJPക്കൊപ്പം പോകാതെ കോൺഗ്രസിനൊപ്പം UDFനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കോട്ടയം, പത്തനംതിട്ട, ഏറ്റുമാനൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ, പാല അടക്കമുള്ള മേഖലകളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് ഒന്നുകൂടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി LDFൻ്റെ കുഴിയിൽ വീഴാതിരുന്നാൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയധികം ആക്ഷേപിച്ചിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു ചർച്ചയായില്ല എന്നുള്ളത് അത് മാങ്കൂട്ടത്തിലും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇത്തരം പെണ്ണുകേസുകളുടെയൊക്കെ ആയുസ് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളൊന്നും ജനങ്ങൾ പഴയതുപോലെ പിടിക്കുന്നില്ല എന്നുള്ളത് കൂടി ഒരു കൃത്യമായ തെളിവായി നമുക്കിവിടെ കാണാൻ സാധിക്കും.